ഇപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളൊക്കെ രംഗത്ത് വന്നു കഴിഞ്ഞു. UDF-നെ സംബന്ധിച്ച് ഞങ്ങളുടെ ആദ്യ റൗണ്ട് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഈ 2-ാം തീയതി ഇലക്ഷൻ കൺവെൻഷനോടുകൂടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. ഇതിനെ ഞങ്ങളൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 9 വർഷത്തെ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള പ്രചരണത്തിനാണ് മുൻതൂക്കം നൽകുക. അതോടൊപ്പം തന്നെ ഒരു ഭരണകക്ഷി MLA-ക്ക് എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നു? അതിൽ ശ്രീ അൻവർ പറഞ്ഞ പോലീസിലെ RSS വൽക്കരണം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അതോടൊപ്പം തന്നെ ഇത്രയും കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായിട്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നിസ്സംഗത, അതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതായത് 5000 കേഡർ വോട്ടെങ്കിലുമുള്ള നിലമ്പൂരിൽ ഇനി കാലാവധി അവസാനിക്കാൻ 8 മാസം മാത്രം ബാക്കിയുള്ളൂ എന്നുള്ള കാരണം കൊണ്ട് BJP മത്സരരംഗത്ത് മാറി നിൽക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ കേഡർ വോട്ടുകൾ LDF-ലേക്ക് മറയ്ക്കാനാണ് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തമായി BJP മാർക്സിസ്റ്റ് ബന്ധമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. ഇനി ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവാം. സഹകരിക്കേണ്ടവർക്ക് സഹകരിക്കാം. ആരുടെ മുമ്പിലും വാതിൽ കൊട്ടിയടയ്ക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ ഇനി മറ്റു വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഇന്ന് സ്ഥാനാർത്ഥിയുടെ നോമിനേഷനോടുകൂടെ തന്നെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുക. അപ്പോൾ ഇതൊരു പ്രധാന ഘടകം തന്നെയാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പല ദുരൂഹതകളുമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വ്യക്തമായി ഇത് രാഷ്ട്രീയ പോരാട്ടമാണ്. ഇതല്ലാതെ ഏതെങ്കിലും വ്യക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടമല്ല, പൊളിറ്റിക്കൽ ഫൈറ്റാണ്. 9 വർഷത്തെ, ഞാൻ അടിവരയിട്ട് പറയുന്നു, 50 വർഷത്തെ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പ്ലസ് പോലീസിലെ RSS വൽക്കരണം, ഇത് രണ്ടും ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. ഈ രാഷ്ട്രീയ മത്സരമായിട്ടും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അൻവറിന്റെ കേസിൽ ഉണ്ടായിട്ട് അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ UDF-ന് സാധിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ഒരു വ്യക്തിയിൽ മാത്രമായിട്ട് ഇങ്ങനെ കെട്ടിത്തിരിയുന്നതിന് അർത്ഥമില്ല. മത്സരരംഗത്ത് സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു. പക്ഷെ അൻവറിന്റെ ഇന്നത്തെ പ്രസ്താവനയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നെടുത്ത തീരുമാനം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പിണറായിസത്തിനെതിരെ പോരാടുന്ന അൻവറിന് പിന്നെ UDF-നെ സപ്പോർട്ട് ചെയ്യലേ മാർഗമുള്ളൂ. സ്വരാജിനെ പറ്റി ഇന്ന് അദ്ദേഹം ഞങ്ങളാരും സ്വരാജിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കാരണം മത്സരം പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഇന്ന് ശ്രീ അൻവർ തന്നെ പറഞ്ഞത് വന്യമൃഗങ്ങൾ ജനങ്ങളെ ആക്രമിച്ച് കൊന്ന സമയത്തൊന്നും ഈ സ്വരാജ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിലമ്പൂരിൽ പ്രളയം ഉണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഇന്ന് അദ്ദേഹം കൂടുതൽ വിമർശിച്ചത് സ്വരാജിനെയാണ്. അപ്പോൾ UDF LDF ആയിട്ട് ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് UDF-നല്ലേ പിന്തുണയ്ക്കേണ്ടി വരിക. അദ്ദേഹം പറഞ്ഞ മറ്റു വിഷയങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും സ്ഥാനാർത്ഥിയെക്കുറിച്ചും അദ്ദേഹം വിമർശനം നടത്തി.
ഞങ്ങൾ പറഞ്ഞു ആ രണ്ടും പിൻവലിച്ച് UDF സ്ഥാനാർത്ഥിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം നിലപാട് മാറ്റിയില്ല. പക്ഷെ ഞങ്ങൾ കുറെ കൂടെ സംയമനം പാലിച്ചുകൊണ്ട് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, എന്നെ പറ്റി പറഞ്ഞതിന് ഇനി അതിന്റെ പേരിൽ ക്ഷമ ചോദിക്കണ്ട, പക്ഷെ സ്ഥാനാർത്ഥി അംഗീകരിക്കണം, സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം. ഇന്നലെ അവസാനം ഞങ്ങൾ പറഞ്ഞത് അതും വേണ്ട, സ്ഥാനാർത്ഥിയെ അൺകണ്ടീഷണലായി സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു വാചകം പറഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ അസോസിയേറ്റ് അംഗമാക്കാമെന്ന്. ഇവിടെ ഒരു കാര്യം പറയാനുള്ള, അസോസിയേറ്റ് അംഗം പറയാൻ കാരണം മറ്റൊന്നുമല്ല, അൻവർ TMCയിൽ ചേർന്നപ്പോൾ ഞങ്ങളോടൊന്നും ആലോചിച്ചിട്ടില്ല. TMC ഇന്ത്യ സഖ്യത്തിൽ അംഗമാണെങ്കിലും പല കാര്യങ്ങളിലും കോൺഗ്രസിനെ നിരന്തരമായി വിമർശിക്കുന്ന ഒരു പ്രകൃതമാണ് മമതാ ബാനർജിക്ക്. ബംഗാളിൽ കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി അത് ശക്തമായ പ്രവർത്തനം നടത്തി. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടീനെ ഒരു ഇന്ത്യ മുന്നണിയിൽ സാങ്കേതികമായിട്ട് മാത്രം അംഗമാണ്, മറ്റൊരു കാര്യങ്ങളും അവർ സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല എതിർക്കുകയാണ്. അങ്ങനെ പാർട്ടീനെ എങ്ങനെയാണ് ഞങ്ങളിവിടെ ഘടകകക്ഷിയാക്കുക? പക്ഷെ അൻവർ രാഷ്ട്രീയ തീരുമാനം എടുത്ത് LDF എന്ന് പുറത്തു വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ സഹകരിപ്പിക്കേണ്ടതിന്റെ ഭാഗമായിട്ടാണ് അസോസിയേറ്റ് അംഗം എന്ന് ഞങ്ങൾ പറയാൻ കാരണം. നേരെ മറിച്ച് ഇപ്പൊ അൻവർ ഒരു സെപ്പറേറ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് എങ്കിൽ അൻവറിനെ ഇതിൽ സ്ഥിരം അംഗമാക്കാൻ ഒരു പ്രയാസം ഞങ്ങൾക്കില്ല. പക്ഷെ തൃണമൂൽ എന്നുള്ള പാർട്ടി ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കേരളത്തിന്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ അൻവർ എടുത്ത തീരുമാനം കാരണമാണ് അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചത്. പിന്നെ 2-ാം തീയതി തീരുമാനം എടുത്തു, ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടായി. നമ്മളെല്ലാം മറ്റെല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും മാറ്റിവെച്ചല്ലോ. ഒരു യുദ്ധം ഉണ്ടാവും എന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് നീങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലവർഷത്തിന്റെ ഒരു സമയത്ത് ഇലക്ഷൻ വെക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഒരു ഭാഗത്ത് യുദ്ധം, കാലവർഷം തുടങ്ങാൻ പോകുന്നു, 8 മാസത്തെ കാലാവധി ശരിക്കും പറഞ്ഞാലുള്ളൂ. നമ്മളൊക്കെ വിചാരിച്ചൊരു ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പൊ തീരുമാനം അനൗൺസ് ചെയ്യാൻ തിരക്കിട്ട് അനൗൺസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അനൗൺസ് ചെയ്യാതിരുന്നത്. പക്ഷെ നമ്മളെ യുദ്ധം നടന്നില്ല, സന്തോഷമുള്ള കാര്യം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അല്ലാതെ മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ചതല്ല. ഈ അസോസിയേറ്റ് അംഗത്തിൽ നിന്നുള്ള ആ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറാൻ ബുദ്ധിമുട്ടാണ്, മാറാൻ കഴിയില്ല. ഇത്രയും വിട്ടുവീഴ്ച ചെയ്തിട്ട് പോലും അദ്ദേഹം UDFനെ വിമർശിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഞങ്ങളിപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല. അദ്ദേഹം വിമർശിക്കുന്ന UDF മൊത്തത്തിലല്ല. ഇപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ്, K മുരളീധരൻ തുടങ്ങിയ നേതാക്കളൊക്കെ നിരന്തരം വിളിക്കുന്നു, സംസാരിക്കുന്നു ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും പ്രതിപക്ഷ നേതാവിന്റെ പിന്നിൽ എന്തോ ഒരു കാരണങ്ങൾ, പ്രതിപക്ഷ നേതാവ് അല്ല. ഞാൻ പറയാം, ഈ കാര്യത്തിൽ എല്ലാ തീരുമാനമെടുത്ത് ഞങ്ങൾ പരസ്പരം ആലോചിച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, പാലക്കാട് ഇലക്ഷന്റെ സമയത്ത് ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. DCCയുടെ കത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു കോൺട്രവേഴ്സിയും ഉണ്ടാവരുത് എന്നുള്ള ഒരു ധാരണയിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പൂർത്തിയാക്കിയത്. അൻവറിന്റെ കാര്യത്തിൽ അസോസിയേറ്റ് അംഗം എന്നുള്ളത് അൻവറും സമ്മതിച്ചു എന്നാണ് 2-ാം തീയതി UDF യോഗത്തിൽ അൻവറുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയവർ യോഗത്തിന് അറിയിച്ചു. പിന്നെ പ്രഖ്യാപനം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ അൻവർ ഉൾപ്പെടെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അതിനിങ്ങനെയൊരു ഈ രീതിയിൽ അൻവർ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല. അല്ല, ഇനിയിപ്പോൾ അത് അങ്ങനെ പ്രതിപക്ഷ നേതാവ് UDFന്റെ ചെയർമാനാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല, ആലോചിച്ചിട്ടാണ് അദ്ദേഹം തീരുമാനം എടുത്തത്.
പിന്നെ അദ്ദേഹത്തിനെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. അൻവർ ഇല്ലാതെ നിലമ്പൂരിൽ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഇനി ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ. ഇനി ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് നിലമ്പൂർ ജയിച്ചേ പറ്റൂ. അത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. കാരണം ഒരു ഭാഗത്ത് CPM BJP ബന്ധം നിലനിൽക്കുന്നു. പിണറായി വിജയന്റെ 9 വർഷത്തെ ഭരണം ഇതൊന്നും ചർച്ച ചെയ്യാതെ ഒരു വ്യക്തിയിലേക്ക് മാത്രം കെട്ടിത്തിരിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് അൻവറിന് തീരുമാനം എപ്പോൾ വേണമെങ്കിലും പുനഃപരിശോധിക്കാം, സ്ഥാനാർത്ഥിനെ അംഗീകരിച്ചുകൊണ്ട് കടന്നു വരാം. പക്ഷെ ഞങ്ങൾക്ക് ഇനി കാത്തിരിക്കാൻ നിവർത്തിയില്ല. ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് വരും മുന്നോട്ട് പോകാം. ആരും വാതിൽ കൊട്ടി അടയ്ക്കുന്നില്ല. വാതിൽ കൊട്ടി അടയ്ക്കുന്നില്ല. പക്ഷെ അപ്പോഴും ഈ അൻവർ എടുക്കുന്ന ഈ നിലപാടുകൾ സാരമായി തെരഞ്ഞെടുപ്പിൽ ബാധിക്കാതെ UDF-നെ തന്നെയല്ലേ? ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട്. അൻവർ വിഷയം റിഫ്ലക്ട് ചെയ്യില്ലാന്നാണോ? ഇല്ല ഇല്ല. ഇനി അദ്ദേഹം നമ്മളോട് കൂടെ നിൽക്കുന്നില്ലെങ്കിലും റിഫ്ലക്ട് ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ UDF-നെ തോൽപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വരാജിനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചത്. ഇന്ന് അദ്ദേഹം ഷൗക്കത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും UDF-ന് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ 9 വർഷത്തെ ഭരണം പിണറായി സത്തിനെതിരെ ഉള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ആ 9 വർഷക്കാലത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമെന്ന് തോന്നുന്നില്ല? ഞങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിയാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. കാരണം അക്രമ സമരം ഞങ്ങൾ നടത്തിയിട്ടില്ല, അത് ഇനിയും നടത്തില്ല. അക്രമത്തിന്റേതാണ് പ്രതിപക്ഷ ശൈലിയെങ്കിൽ ആ ശൈലി ഞങ്ങൾ ഒരു കാലത്ത് അനുവർത്തിച്ചിട്ടില്ല. വലിയ തരത്തിലുള്ള ആവേശമാണ് ഇടത് ക്യാമ്പിൽ സ്ഥാനാർത്ഥി വന്നതോടുകൂടി. അല്ല, ഞാൻ പറയാം, ഞാൻ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ മോശക്കാരനായിട്ട് പറയില്ല. സ്വരാജ് എന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിയമസഭയിലുണ്ടായിരുന്നു. പക്ഷേ സ്വരാജ് വന്നപ്പോൾ എന്തോ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ 2016 ഇടത് തരംഗത്തിൽ ജയിച്ച സ്വരാജ് അതിലും വലിയ തരംഗം വന്നപ്പോൾ തോറ്റു അതേ സീറ്റിൽ തന്നെ. പറയുമ്പോൾ 46 സീറ്റ് UDF-ന് കിട്ടിയ കാലത്ത് ജയിച്ച സ്വരാജ് ഞങ്ങൾ 41 ചുരുങ്ങിയപ്പോൾ തോറ്റ ആളാണ്. അപ്പൊ അതിന്റെ അർത്ഥം കോൺഷ്യൻസി വേണ്ടത്ര നേഴ്സ് ചെയ്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ പറയുന്ന പോലെ നിലമ്പൂർ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിലമ്പൂരുകാരനായ സ്ഥിതിക്ക് അദ്ദേഹം ഈ കാട്ടാനയുടെ ആക്രമണമൊക്കെ ഉണ്ടായപ്പോ ഒന്ന് ചെയ്യുന്ന തല കാണിക്കണ്ടെങ്കിലും ആയിരുന്നില്ലേ? അത് അദ്ദേഹം ചിന്തിച്ചാൽ മതി. ഞങ്ങൾ അദ്ദേഹത്തിന് ഒരിക്കലും വ്യക്തിപരമായിട്ട് ഒരു സ്ഥാനാർത്ഥി ഒരിക്കലും ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഒരിക്കലും പ്രവർത്തിക്കില്ല. നയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. മത്സരം വ്യക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല, നയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടല. പക്ഷെ സ്വരാജ് വന്നുകൊണ്ട് എല്ലാവരും അങ്ങ് ഭയപ്പെട്ടു പോയി ദയവായിട്ട് കരുതരുത്. ഒട്ടും ഭയം ഞങ്ങൾക്കില്ല. ഏതായാലും അതുകൊണ്ട് മെച്ചം കിട്ടി. കുറച്ച് ആളുകൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ പാവം നിലമ്പൂരെ ഡോക്ടറെയൊക്കെ രാജിവെപ്പിച്ചു കൊണ്ട് നിർത്തി. അത് ദോഷമായേ. അതേതായാലും നന്നായി. ഡോക്ടറെങ്കിലും രക്ഷപ്പെട്ടല്ല. സ്വരാജിന് വിജയവും പരാജയവും ഒക്കെ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ല പതിവാണ്. കുഴപ്പമില്ല. UDF ക്യാമ്പിൽ നിന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു സ്വരാജിനെ എന്തുകൊണ്ട് ഇറക്കുന്നില്ല, സ്വരാജിനെ ഇറക്കാത്തതിനെതിരെയൊക്കെ വലിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളാരും ഔദ്യോഗികമായിട്ടൊന്നും ആരും എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ല. അതെങ്ങനെ എതിർ പാർട്ടിയോട് എന്തിനാ ചോദിക്കേണ്ട ആവശ്യം? അത് അവരുടെ ഇഷ്ടമല്ലേ, ആര് വേണം വേണ്ടാന്ന്. അത് അധികം പേഴ്സണലായിട്ട് ഇട്ടായിരിക്കും. പാർട്ടി അങ്ങനെയൊന്നും ആരെയും നിർത്താൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അത് ശരിയല്ലല്ലോ ഏർപ്പാട്. CPM-ന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് CPM തീരുമാനിക്കും, കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് കോൺഗ്രസ് തീരുമാനിക്കും. ഒരു തെരഞ്ഞെടുപ്പിന്റെ ക്യൂ ടൈമിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ ബാലിശ്യമായ പോസ്റ്റുകൾ ഇടുക, അല്ലെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലാക്കുന്ന വർത്തമാനം പറയുക, അതൊക്കെ കുറച്ചുകൂടി പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടേ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെങ്കിലും? അതിനെക്കുറിച്ച് ഞാൻ കമന്റ് പറയുന്നില്ല. ചെറുപ്പക്കാരാകുമ്പോൾ ആവേശം കൂടും. ഞാനും ആ പ്രായത്തിലൊക്കെ അതിന്റെ ഇരട്ടി ആവേശം കാണിച്ച ആളാണ്. അന്ന് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വിഷയത്തിൽ
ഡോക്ടറുടെ ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ പ്രതികരണം നടത്തിയിരുന്നു. അതിന് ഡോക്ടർ തിരിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്ല, ഞാൻ തോറ്റിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം. അതുപോലെ ജയിച്ചിട്ടുണ്ടല്ലോ. ഡോക്ടർ പഞ്ചായത്തിലേക്ക് ജയിച്ചിട്ടുണ്ടോ? ഞാൻ ഡോക്ടറെ കുറിച്ചൊന്നും പറയാം. ഞാൻ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഈ പാവം ഡോക്ടർമാരെ വഴിയാധാരാക്കുന്നത്? നിങ്ങളുടെ പാർട്ടിക്കാരെ നിർത്ത് എന്നാലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഡോക്ടർ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമില്ല. അതിന് രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ നിർത്തിയതിന്റെ കുഴപ്പമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ വഴിയാധാരമായി എന്നാണോ? അല്ല, അദ്ദേഹം പിന്നെ ആ ഭാഗത്തേക്ക് കണ്ടില്ല. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരാളെ കേട്ടിട്ടില്ല. പക്ഷെ ഒരു മെച്ചം കിട്ടി. അദ്ദേഹത്തിനെ കുറിച്ച് ആൾക്കാർക്ക് ഒന്ന് ഓർക്കാൻ സമയം കിട്ടി. അതിപ്പോ എന്റെ കെയർ ഓഫിലായതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. പാവം അങ്ങനെയെങ്കിലും ഒന്ന് ജനശ്രദ്ധയിൽ വന്നല്ലോ. പാർട്ടിക്കാർക്ക് ഇന്നിപ്പോ ഈ സ്വരാജിനെ നിർത്താൻ പറഞ്ഞ കാരണം എന്താ അറിയോ? തൃക്കാക്കരയിലും പാലക്കാടും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ചീറ്റിപ്പോയതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തം പാർട്ടിക്കാരെ തന്നെ നിർത്തുന്നത്. അതിന്റെ അർത്ഥം ചീറ്റിപ്പോയി ഞാനല്ല പറഞ്ഞ്, നിർത്തിയ ആൾക്കാർ പറയാണ് ചീറ്റിപ്പോയി. അതിന് എന്റെ മെക്കട്ടേക്ക് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? മഴവിൽ സഖ്യമുണ്ട് എന്ന് പിന്നെ ഇടതുപക്ഷം ഇപ്പൊ തന്നെ ആരോപിക്കുന്നത് UDFന്റെ ഭാഗത്ത് വർഗീയ ശക്തികളൊക്കെ ചേർത്തുകൊണ്ടുണ്ട്. ഞങ്ങൾക്ക് UDFൽ തന്നെ നല്ല കരുത്തുള്ള പാർട്ടികളുണ്ട്. പിന്നെ ഇലക്ഷൻ നിൽക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ സഹായിക്കാം. വർഗീയ ശക്തികൾ അതിൽ വർഗീയ പാർട്ടികൾ എല്ലാവരുടെയും പിന്തുണയാണോ? വോട്ടർ പട്ടികയുള്ളവരുടെ ഒക്കെ വോട്ടല്ലേ നമ്മൾ ചോദിക്കുക. അല്ലാതെ ഒരാളോട് നിന്നിട്ട് ഞാൻ നിന്ന സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾ മറ്റേ വർഗീയ പാർട്ടിയാണോ, അതുകൊണ്ട് വോട്ട് വേണ്ട. അങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥി ഇന്ന് വരെ നടന്ന ഏതെങ്കിലും ഇലക്ഷനിൽ വോട്ട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. വോട്ടർ പട്ടികയുള്ളവർക്ക് വോട്ട് ചെയ്യാം. പക്ഷേ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടിനെ എതിർക്കുന്ന സമീപനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് UDFിനുള്ളത്. അവരുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ തയ്യാറാണോ UDF? അങ്ങനെ ഒരു വോട്ടർ പട്ടികയുള്ളവരുടെ വോട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ നയം, ആ നയത്തിൽ ഞങ്ങൾ വെള്ളം ചേർക്കില്ല. ഞങ്ങൾക്ക് അങ്ങനെ വോട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവരോട് അങ്ങനത്തെ സോഫ്റ്റ് കോർണർ ഒന്നുമില്ല. ഞങ്ങൾക്ക് വോട്ടർ പട്ടിക നിലമ്പൂരത്തെ എല്ലാ വോട്ടർമാർക്കും UDFന് വോട്ട് ചെയ്യാം. നയം പറയുമ്പോൾ ഒന്നും വോട്ടിന്റെ കാര്യം വരുമ്പോൾ മറ്റൊന്നുമാണ്. ഇല്ലല്ലോ, വോട്ട് വോട്ടർമാരോടല്ലേ. ഞാൻ ചോദിക്കും, ഏതെങ്കിലും സ്ഥാനാർത്ഥി ചോദിച്ചിട്ടുണ്ടോ? അല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന സ്ഥാനാർത്ഥിയാണ്, ഞാൻ ഇന്ന ആളാണ്, എന്നെ സഹായിക്കണം, വോട്ട് ചെയ്യണം, നിങ്ങൾ വർഗീയ പാർട്ടിയാണോ എന്നാൽ നിങ്ങളെ വേണ്ട. അങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും? ഇടതുമുന്നണി പറയുന്നത് പരസ്യമായി പറയുന്നത് വേണ്ടാന്ന് പറയുകയും ചെയ്യും. രാത്രി അഡ്ജസ്റ്റ്മെന്റ് നടത്തും. അതിനിപ്പോ അജിത് കുമാറിനെ പോലുള്ളവരുണ്ടല്ലോ. അപ്പൊ അജിത് കുമാർ ഇപ്പൊ DGPയുടെ ലിസ്റ്റിലുണ്ട്. മിക്കവാറും അദ്ദേഹമായിരിക്കും DGP ആയിട്ട് വരിക. കാരണം കേന്ദ്രത്തിനും ഇഷ്ടമാണ്, കേരളത്തിനും ഇഷ്ടമാണ്. അദ്ദേഹത്തിനെ കുറിച്ചാണ് അൻവർ പറഞ്ഞ്. അത് ഞങ്ങൾ ഇലക്ഷനിൽ ഞാൻ ചർച്ചയാക്കും. അൻവർ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പൊ എന്തായാലും UDF എല്ലാ വിഭാഗക്കാരുടെയും വോട്ടുകൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരുടെ വോട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിൽ CPMന്റെ വോട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറെ കൂടെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കും. അൻവറിന്റെ മുന്നിൽ വാതിൽ കൊട്ടിയടക്കില്ല എന്ന് പറഞ്ഞു. അൻവറുമായിട്ടുള്ള ചർച്ചയിലൊക്കെ പ്രധാന പങ്കുവച്ച ഒരാളെന്ന നിലയിൽ തുടർ ചർച്ചയ്ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ട്? അല്ല, ഞാൻ പറയുന്നു അൻവർ ആ തീരുമാനങ്ങളൊക്കെ പുനഃപരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജൂൺ 19 കഴിഞ്ഞാലും നമുക്കൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടതല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു വികാരം കൊണ്ടിട്ട് കാര്യമില്ല. രാഷ്ട്രീയത്തിൽ വികാരം കൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ നിലമ്പൂരിൽ നിന്ന് മൂന്നാം പിണറായി സർക്കാരിന്റെ കാഹളം മുഴങ്ങുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത്. അത് നമുക്ക് 23 അറിയാലോ. വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാകും. മൂന്നാമത്തെ കേരളം പിണറായി ഭരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ തുടക്കം ഇതാണ്. മൂന്നാമത്തെ തവണ പിണറായി അല്ല ഭരിക്കും. അടുത്ത വർഷം ഞങ്ങൾ ഭരിക്കും. അത്ര എളുപ്പമാണോ? പിന്നെ എന്താ എളുപ്പമല്ലാണ്ട്? അതിന്റെ എല്ലാ സൗകര്യവും പിണറായി തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെന്താ? BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തത് അതാ ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടി, ഞാൻ 1970 ബൈ ഇലക്ഷനിൽ പോയില്ല. അന്നത്തെ ഭാരതീയ ജനസംഘത്തിന് 1000 വോട്ട് കിട്ടിയൊരു നിയോജകമണ്ഡലം. ഇന്നിപ്പോ ഇന്ത്യയിലെ മുഴുവൻ ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിട്ട് പോലും എന്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല? അതൊരു പ്രധാന ഘടകമല്ലേ? എന്നിട്ട് സംസ്ഥാന അധ്യക്ഷൻ ടൂർ പോകാൻ കണ്ട നേരം വിദേശത്തേക്ക്. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്.
പക്ഷെ ഒരു ഇലക്ഷൻ അത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പല അന്തർനാടകങ്ങളും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്.